പ്രിയമുള്ള വിദ്യാർത്ഥികളെ, 4ാം ക്ലാസ് സമ്മേറ്റീവ് അസസ്മെന്റ് 1 മാത്തമാറ്റിക്സിന്റെ അതായത് ഫസ്റ്റ് ടൈം ഇവാലുവേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ മാത്സിന്റെ ഫസ്റ്റ് ആക്ടിവിറ്റി നമുക്ക് നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി, സോ മെനി ഷേപ്സ്, ലുക്ക് അറ്റ് ദി ജിയോമെട്രിക്കൽ ഷേപ്സ് ഇൻ മിത്രാസ് മാത്സ് ലാബ്. കൗണ്ട് ഈച്ച് ജിയോമെട്രിക്കൽ ഷേപ്പ് ആൻഡ് റൈറ്റ് ദെയർ നമ്പേഴ്സ്. ഇവിടെ കുറച്ച് ജിയോമെട്രിക്കൽ ഷേപ്സ് തന്നിട്ടുണ്ട് അല്ലേ? ഇത് നോക്കിയിട്ട് ഇത് ഓരോന്നും എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നിങ്ങൾ എഴുതുക. കോൺ എത്രയുണ്ടെന്ന് നോക്കൂ. 1 2 3 4 നെക്സ്റ്റ് ക്യൂബ് എത്രയുണ്ട്? 3. 1 2 3 3 റെക്ടാങ്കുലർ ബ്ലോക്കോ 1 2 2 ആണുള്ളത്. പിന്നെ സ്ഫിയർ എത്രയുണ്ട്? 1 2 3 4 4 ആണുള്ളത്. ഇങ്ങനെയാണ് കൗണ്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, നിമ ഹാസ് സ്ക്വയർ കാർഡ്സ് ഓഫ് ദ സെയിം സൈസ് ഇൻ ഹെർ മാത്ത് ബോക്സ്. ഹൗ മെനി ഓഫ് ദം ക്യാൻ ഷീ യൂസ് ടു മേക്ക് വൺ ലാർജ് സ്ക്വയർ? പുട്ട് എ ടിക്ക് മാർക്ക് അഗൈൻസ്റ്റ് ദ കറക്റ്റ് ആൻസർ. നിമാക്ക് എന്തുണ്ട്? സ്ക്വയർ കാർഡ്സ് ഉണ്ട് സെയിം സൈസിലുള്ള അവളുടെ മാത്ത് ബോക്സിൽ. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ഓഫ് ദം ക്യാൻ ഷീ യൂസ് ടു മേക്ക് വൺ ലാർജ് സ്ക്വയർ? ഒരു ലാർജ് സ്ക്വയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് എത്ര ഇത് യൂസ് ചെയ്യണം എന്നാണ് ചോദിച്ചിരുന്നത്. എത്ര എണ്ണം യൂസ് ചെയ്യണം? 9 ആണ്. എത്രയാണ്? 9. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലെറ്റ്സ് ഡ്രോ എന്നുള്ളതാണ്. ലുക്ക് അറ്റ് ദ നമ്പർ റിട്ടൺ ബൈ മിയ ഓൺ ഹെർ നമ്പർ കാർഡ്. മിയയുടെ നമ്പർ കാർഡിലുള്ള ഒരു നമ്പർ എഴുതി വെച്ചാണ് 9876. അപ്പം റൈറ്റ് ദ നമ്പേഴ്സ് ഇൻ ഫിഗർ എങ്ങനെയാണ്? 9876 ഇങ്ങനെ എഴുതുക. അറേഞ്ച് ഓൺ അബാക്കസ്. ആദ്യം എന്താണ്? തൗസൻഡ്സിൽ എന്താണ്? 9 ബീഡ്സ് വെക്കുക. പിന്നെ ഹൺഡ്രഡ്സിൽ എത്രയാണ്? 8 ബീഡ്സ് വെക്കുക. ടെൻസിൽ 7 ബീഡ്സ് വെക്കുക. വൺസിൽ 6 ബീഡ്സ് വെക്കുക. ആദ്യത്തിൽ 9 ബീഡ്സ്, രണ്ടാമത്തിൽ 8 ബീഡ്സ്, മൂന്നാമത്തിൽ 7 ബീഡ്സ്, നാലാമത്തിൽ 6 ബീഡ്സ്. ഇങ്ങനെ വേണം നിങ്ങൾ അറേഞ്ച് ചെയ്യാൻ. Next, which is the largest 4-digit number Mia can arrange on the abacus using the same number of bits? ഇത് മൊത്തം എത്ര നമ്പർ ഉണ്ട്? 9 + 8 + 7 + 6 മൊത്തം 30 ബീഡ്സ് ആണുള്ളത്. അത് ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ലാർജസ്റ്റ് 4-digit നമ്പർ എത്രയാണ്? 9993 അല്ലേ? 93 ആണ് അവൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്. ഡി ക്വസ്റ്റ്യൻ, Binu used 10 beads on the abacus to arrange all the numbers between 9000 and 10,000. Which of the following statement about the largest number and smallest number is correct? Binu 10 beads ഉപയോഗിച്ച് അവന്റെ അബാക്കസ് അറേഞ്ച് ചെയ്യുന്നു. All the numbers between ഏതാണ്? 9000 10,000 ഇടയിലുള്ളത്. അങ്ങനെയാണെങ്കിൽ താഴെ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ കറക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ 2 ആണ്. The largest number is 99 greater than the smallest number. Next, activity 2B, features of rectangle ആണ്. Match the correct statement about rectangle by drawing lines to the picture. എന്താണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ റെക്ടാങ്കിളിന് യോജിച്ച സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ്. ഒന്ന് ഇത്, റെക്ടാങ്കിൾ ഹാസ് 4 സൈഡ് ആൻഡ് 4 കോർണർ. റെക്ടാങ്കിളിന് എന്തുണ്ട്? 4 സൈഡും 4 കോർണറും ഉണ്ട്. ആൻഡ് ദ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് റെക്ടാങ്കിൾ ആർ ഈക്വൽ. ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഒന്നാമത്തെയും മൂന്നാമത്തെയും ആണ് ശരിയായിട്ടുള്ളത്. അതെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ബി ക്വസ്റ്റ്യൻ, എ പീസ് ഓഫ് വൂളൻ ത്രെഡ് ഈസ് പാസ്റ്റഡ് അലോങ് ഓൾ 4 sides of a square. The total length of the woolen thread is 20 centimeter. വൂളൻ ത്രെഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 20 centimeter ആണ്. What will be the length of the one side of the square? അങ്ങനെയാണെങ്കിൽ സ്ക്വയറിന്റെ ഒരു സൈഡ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൊത്തം എത്രയാണ്? 5 × 4. അപ്പോഴാണ് എന്ത് കിട്ടുക? 20 കിട്ടുക. അപ്പൊ എത്രയായിരിക്കും? 5 ആയിരിക്കും അല്ലേ? നിങ്ങൾ 20/4 ചെയ്താലും മതി. അപ്പോ 5 എന്ന് കിട്ടും. അതായത് 5 centimeter ആണ് നിങ്ങളുടെ ഇത്. അപ്പൊ ടോട്ടൽ ലെങ്ത് 20 ആണ്. പീസ് എന്ന് പറഞ്ഞത് എത്ര? 4 സൈഡ്. അപ്പം 20/4 ചെയ്താൽ മതി. അപ്പൊ എത്ര കിട്ടും? 5 centimeter കിട്ടും. സി ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. Dots are placed at equal distance. If you join the dots vertically and horizontally, how many squares can be formed? നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഡോട്ട്സ് തന്നിട്ടുണ്ട്. ഇത് വേർട്ടിക്കലി ആയാലും അല്ലാതെ എന്താണ് ഹൊറിസോണ്ടൽ ആയാലും ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര
സ്ക്വയേഴ്സ് കിട്ടും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര സ്ക്വയേഴ്സ് കിട്ടും? 4 സ്ക്വയേഴ്സ് ആണ് കിട്ടുന്നത്. ഡി ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് മെഷർമെന്റ് cannot be used to draw square? സ്ക്വയർ വരയ്ക്കാൻ കഴിയാത്തത് ഏതാണ്? 4, 7, 6, 4 ഇതാണ് അല്ലെ. ഓപ്ഷൻ 3 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. Next activity 3, planetarium. 21 children of class 4 from Malakkad LP School came to visit the planetarium. മലക്കാട് LP സ്കൂളിലെ കുട്ടികള് എത്ര ക്ലാസ് 4ാം ക്ലാസ്സിലെ കുട്ടികള് എത്ര കുട്ടികളുണ്ട്? 21 ചിൽഡ്രൻസ്, 21 കുട്ടികൾ പ്ലാനറ്റേറിയം സന്ദർശിക്കാൻ പോയി. The entry tickets of the children standing in a line are numbered consecutively. The entry ticket number of the children standing at the end of the line is 2020. Then what is the entry ticket of the first child? ലാസ്റ്റ് ചൈൽഡിന്റെ 20,020 ആണെങ്കിൽ ഫസ്റ്റ് ചൈൽഡ് എത്രയായിരിക്കും? എത്ര കുട്ടികളുണ്ട്? 20 കുട്ടികളുണ്ട് അല്ലെ. അതിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. അപ്പൊ എത്ര കിട്ടും? 20,000 അല്ല സോറി 2,000 സോറി എന്താണ് 2020 ആണുള്ളത്. അപ്പൊ 20,000 ആയിരിക്കും ഫസ്റ്റ്. വാട്ട് ഇസ് ദ എൻട്രി ടിക്കറ്റ് നമ്പർ ഓഫ് ദ ഫസ്റ്റ് ചൈൽഡ്? 20,000 ആണ്. വാട്ട് ഇസ് ദ എൻട്രി ടിക്കറ്റ് നമ്പർ ഓഫ് ദ ചൈൽഡ് സ്റ്റാൻഡിങ് ഇൻ ദ മിഡിൽ ഓഫ് ദ ലൈൻ? നടുക്ക് നിൽക്കുന്ന ആളുടെ എത്രയായിരിക്കും? 2010 ആയിരിക്കും. 2010 ആയിരിക്കും. 2020 അല്ലേ, അപ്പൊ പകുതി പകുതി വീതം. ഫസ്റ്റ് സെന്ററിൽ നിൽക്കുന്ന ആൾക്ക് 2010 ആയിരിക്കും. The money given to buy the entry ticket include 10 100 rupees notes, then 10 rupees notes and 11 1 rupees note coin. How many was spent for the entry ticket? എത്രയാണ്? 1111. 1111 എത്രയാണ്? 10 എന്താണ്? 100 rupees ആണ്. 10 into അല്ലേ. ദെൻ എത്രയാണ്? 10 rupees. അപ്പൊ 100 and 1000. പിന്നെ 11 1 rupee. അപ്പൊ 1000 പ്ലസ് എത്രയാണ്? 10 rupees എന്ന് പറയുമ്പോൾ 100, പിന്നെ എത്രയാണ്? പ്ലസ് 11. അപ്പൊ 1700 1711 1111. ഇതാണ് ഉത്തരമായിട്ട് എഴുതേണ്ടത്. നെക്സ്റ്റ് ഡി ക്വസ്റ്റ്യൻ. 30,000 rupees, സോറി 30,000 അല്ല 3,000 rupees was spent for lunch. 3000 രൂപ ലഞ്ചിന് വേണ്ടി സ്പെൻഡ് ചെയ്തു. Only 10 notes were given to pay the bill. 10 നോട്ട്സ് മാത്രമേ ബില്ലിന് വേണ്ടിയിട്ട് കൊടുത്തുള്ളൂ. 10 നോട്ട്സ്, 10 രൂപ നോട്ട്സ് അല്ല, 10 നോട്ട്സ്. കംപ്ലീറ്റ് ദ ടേബിൾ ബൈ റൈറ്റിംഗ് ദ ഡിനോമിനേഷൻ ആൻഡ് ദ നമ്പർ ഓഫ് നോട്ട്സ് യൂസ്ഡ്. നിങ്ങൾ ഇഷ്ടം പോലെ എഴുതാം. 10 നോട്ടേ വരാമുള്ളൂ. 500ന്റെ 4 നോട്ടും 200ന്റെ 4 നോട്ടും 100ന്റെ 2 നോട്ടും കൊടുത്താൽ എത്രയായി? നമുക്ക് 3000 രൂപയാവുകയും ചെയ്തു. അല്ലേ? 500ന്റെ 4 നോട്ട്, പിന്നെ 200ന്റെ 4 നോട്ട്, പിന്നെ 100ന്റെ 2 നോട്ട്. അപ്പൊ നമുക്ക് മൊത്തം 4 4 8 8 4 8 2 10 10 നോട്ടാണ് കൊടുത്തത്. മൊത്തം എത്രയായി? 3000 രൂപ ആവുകയും ചെയ്തു. ഒന്നെങ്കിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ 500ന്റെ 5 നോട്ടും 100ന്റെ 5 നോട്ടും. അപ്പൊ 5 5 10 10 നോട്ട്. 10 നോട്ടാണ് കൊടുത്തത്. അപ്പൊ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എഴുതാം. വേണമെങ്കിൽ 500ന്റെ 4 നോട്ട്, 200ന്റെ 4 നോട്ട്, 100ന്റെ 2 നോട്ട് അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ 500ന്റെ 5 നോട്ടും 100ന്റെ 5 നോട്ടും എന്ന് വേണമെങ്കിൽ കൊടുക്കാം. എന്ത് കൂട്ടുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടിയാൽ മതി? 10 കിട്ടിയാൽ മതി. 10 നോട്ട്സ് എന്നുള്ളത് കിട്ടിയാൽ മതി. നെക്സ്റ്റ് ആക്ടിവിറ്റി 4 ആണ്. The class 4 students of Ainimala School are playing a game using number cards. Each player can pick up any two from a cards given below. എന്താ പറഞ്ഞിരിക്കുന്നത്? ഐനിമല സ്കൂളിലെ 4th സ്റ്റാൻഡേർഡിലെ കുട്ടികള് നമ്പർ കാർഡ് കളിക്കുകയാണ് അല്ലെ, ഗെയിം കളിക്കുകയാണ്. ഓരോരുത്തരും 2 കാർഡ് വെച്ചിട്ട് എടുത്തു. The player who gets total of 1000 wins the game. ഫാത്തിമ, തേജ ആൻഡ് രഹന won the first round. ഫസ്റ്റ് റൗണ്ടിൽ ജയിച്ചത് ഫാത്തിമയും തേജയും രഹനയാണ്. The player who gets എത്രയാണ് അവർക്ക് കിട്ടേണ്ടത്? ഒരു കൂട്ടുമ്പോൾ എത്രയായിരുന്നു കിട്ടേണ്ടത്? അവർക്ക് 1000 ആണ് കിട്ടേണ്ടത് ഗെയിമിലായിരുന്നു. Each of them took different pairs of cards. Write the card picked up each of them in boxes given below. അവരെ ഓരോരുത്തരും ഏതൊക്കെയായിരിക്കും, അതായത് ഇവർ എടുക്കുന്ന 2 കാർഡുകൾ തമ്മിൽ കൂട്ടുമ്പോൾ 1000 കിട്ടണം. അങ്ങനെയാണ് വിൻ ചെയ്യുന്നത്. ഫാത്തിമയും തേജയും രഹനയാണ് വിജയിച്ചത്. അങ്ങനെയാണെങ്കിൽ അവർ കൂട്ടുമ്പോൾ കിട്ടിയ നോട്ട്സ് ഏതൊക്കെയായിരുന്നു എന്നുള്ളതാണ്, കാർഡ്സ് ഏതൊക്കെയായിരുന്നു എന്നുള്ളതാണ് എഴുതേണ്ടത്. നമുക്ക് നോക്കാം. രഹന ഏതൊക്കെ എടുക്കാൻ ചാൻസ് ഉണ്ട്? 700ഉം എത്രയാണ് 300 എടുക്കാം. പിന്നെ തേജ ഏതൊക്കെ എടുക്കാം?
365ഉം 635 എടുക്കാം. പിന്നെയോ ഫാത്തിമയോ 444ഉം 556 എടുക്കാം. ഇപ്പൊ ഇതെല്ലാം കൂട്ടുമ്പോൾ നമുക്ക് ഇത് കൂട്ടുമ്പോൾ എത്ര കിട്ടും? 1000 കിട്ടും. ഇത് കൂട്ടുമ്പോഴും 1000 കിട്ടും. ഇത് കൂട്ടുമ്പോഴും 1000 കിട്ടും. നിങ്ങൾ കൂട്ടുമ്പോൾ 1000 കിട്ടുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. നെക്സ്റ്റ്, which of the statements about 1000 is correct? 10,000. The sum of the smallest 4-digit number and largest 4-digit number, one added to the largest 4-digit number. There are 100,000 in 10,000. There are 100 hundreds in 10,000. ഇതിൽ ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ്. 2ഉം 4ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. നെക്സ്റ്റ്, കംപ്ലീറ്റ് ദ പാറ്റേൺ. 8,920, 8,940, 8,960, 8,980. അടുത്തത് എന്താണ്? 9,000 ആയിരിക്കും വരുന്നുണ്ടാവുക. 20 വെച്ചിട്ടാണല്ലോ. നോക്കൂ, 20, 40, 60, 80, പിന്നെ 1000 അല്ലേ? അപ്പോൾ 9,000 20 വെച്ചിട്ട് കൂട്ടി കൂട്ടി എഴുതിയാൽ മതി. നെക്സ്റ്റ്, 4th B ക്വസ്റ്റ്യൻ ആണ്. ഓണം ഫെയർ. ദ ഇൻകം ഫ്രം ദ വെജിറ്റബിൾ സ്റ്റോർ റൺ ബൈ ഒരുമ കുടുംബശ്രീ യൂണിറ്റ് അറ്റ് ദ ഓണം ഫെയർ ഇസ് ഗിവൺ ഇൻ ദ ടേബിൾ. ഇവിടെ താഴെ എന്താണ് വെജിറ്റബിൾ സ്റ്റോറിന്റെ, ഒരുമ കുടുംബശ്രീയുടെ വെജിറ്റബിൾ സ്റ്റോറിന്റെ ഇൻകത്തെ കുറിച്ചൊക്കെയാണ് തന്നേക്കണം. ഓരോ ദിവസം കിട്ടിയ ഇൻകം തന്നിട്ടുണ്ട്. മൺഡേ എത്ര കിട്ടി? 3,340. ട്യൂസ്ഡേ 3,048. വെനസ്ഡേ കിട്ടിയിരിക്കുന്നത് നമ്പർ ആയിട്ട് തന്നിരിക്കുകയാണ്. തേഴ്സ്ഡേ 33 1 rupees, 30 10 rupees ആൻഡ് 30 100 rupees. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഹൗ മച്ച് ഈസ് ദ ഇൻകം ഓൺ വെനസ്ഡേ. വെനസ്ഡേ എത്രയായിരിക്കും കിട്ടിയേക്കണം? അപ്പൊ ഇതെല്ലാം കൂട്ടി നോക്കുക. 500 500 500 500 500. എത്ര 500 ഉണ്ട്? 1 2 3 4 5. അപ്പൊ 5 500. പിന്നെ എത്രയാണ്? 1 2 3 3 200. 3 × 200. പിന്നെ എത്ര 50 ഉണ്ട്? ഒരു 50. 1 × 50. 100 എത്ര ഉണ്ട്? ഒരു 100 ഉള്ളൂ. പിന്നെ എത്രയാണ്? 20. ഒരു 20 ഉള്ളൂ. ഒരു 50. അപ്പൊ എല്ലാം കൂടെ കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 3,320 കിട്ടി. ഹൗ മച്ച് മണി വാസ് റിസീവ്ഡ് ഓൺ തേഴ്സ്ഡേ. തേഴ്സ്ഡേ എത്രയായിരിക്കും? 33 1 rupees, 30 10 rupees, 30 100 rupees. 3,333 ആണ് കിട്ടിയത്. 3,333. നെക്സ്റ്റ്, വിച്ച് ഡേ ഹാസ് ദ ഹയസ്റ്റ് ഇൻകം. ഹയസ്റ്റ് ഇൻകം കിട്ടിയത് എന്താണ്? മൺഡേ ആണ്. 3,340 അല്ലെ? 3,340 ആണ് കിട്ടിയത്. earned more than 1,000 every day. On Friday, the income consists of 3 currency notes. The number of currency notes and the sum of the digits of the income are equal. What is the total amount of received on Friday? അപ്പോൾ ഫ്രൈഡേ കിട്ടിയത് 1000 കൂടുതലാണെന്ന് വിചാരിക്കുക. 1000 രൂപയിൽ കൂടുതലാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന കറൻസി നോട്ട്സ് വെച്ചിട്ട് 3 കറൻസി നോട്ട്സ് വെച്ചിട്ട് 1000 മുകളിലുള്ള ഒരു സംഖ്യ എഴുതാനാണ് പറഞ്ഞത്. 1000 മേലെ, 1000 മേലെ ഉള്ളത്. അപ്പൊ 500 500 200 അല്ലേ? 3 നോട്ട്സ് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് എഴുതാം കേട്ടോ. നമുക്ക് 1000 മേലെ കിട്ടിയാൽ മതി. 2 500 കൊടുക്കാം, ഒരു 200 കൊടുക്കാം. അപ്പൊ എന്തായി? 3 നോട്ട് കൊടുത്തു, 1200 ആയി. ഇനിയിപ്പൊ നിങ്ങൾക്ക് 2 500ഉം പിന്നെ ഒരു 2 രൂപ 20 രൂപ കൊടുക്കുന്നെങ്കിൽ 1020 ആയി. അതും 1000 മേലെ തന്നെ ഉള്ളതാണ്. നിങ്ങൾക്ക് ഏതാണെങ്കിലും എഴുതാം. നിങ്ങൾ എടുക്കുന്നത് 1000 മേലെയുള്ള സംഖ്യ ആയിരിക്കണം. 3 കറൻസി നോട്ട് കൊടുക്കുകയും വേണം. അത് നോക്കിയാൽ മതി. Activity 5, leaves and numbers. Fill the blanks on the leaves. 9,075 tens, 9,750 ones, 9,705 tens. ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് കേട്ടോ. അത് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. 9,075 tens, 9,750 ones, 9,705 tens. ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, ഹൗ മെനി ടെൻസ് ഷുഡ് ബി ആഡഡ് ടു 9,750 ടു മേക്ക് ഇറ്റ് 10,000? ടിക്ക് ദ കറക്റ്റ് ആൻസർ. ഇതിനോട് എത്ര ആഡ് ചെയ്താലാണ് നിങ്ങൾക്ക് 10,000? അപ്പൊ 25 ഓപ്ഷൻ 3 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. സി, ആദിൽ ഈസ് പ്ലേയിങ് വിത്ത് നമ്പർ കാർഡ് ആൻഡ് ബീറ്റ്സ്. ഫൈൻഡ് ദ നമ്പർ യൂസിങ് ദ ക്ലൂസ് ഓൺ ദ കാർഡ്. താഴെ ആദിൽ എന്താണ് നമ്പർ കാർഡ്സ് വെച്ചിട്ട് ബീറ്റ്സ് വെച്ചിട്ടും കളിക്കുകയാണ് അല്ലെ? അപ്പോ കുറച്ച് ക്ലൂസ് തന്നിട്ടുണ്ട്. കാരണം നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. നമ്പർ ഇസ് ബിറ്റ്വീൻ
1700 and 1800. 1700 1800 ഇടയിലുള്ള നമ്പറാണ്. The sum of the digit in thousands place and the digit in the ones place gives the smallest two-digit number. The sum of the digits in the 10th place and 100th place gives the largest one-digit number. അങ്ങനെയാണെങ്കിൽ നമ്പർ ഏതാണെന്ന് പറയുന്നത് 1729 ഉത്തരം എന്ന് പറയുന്നത്. 1729. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.